ിനെ കുറച്ച് മണിക്കൂറുകളിൽ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു കേസാണ് ചാലക്കുടി ബാങ്ക് കവർച്ച കേസ്. ഇതിൽ പ്രതി റിജോ ആന്റണിക്കായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അപേക്ഷ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നൽകിയത്. ഇന്ന് അത് പരിഗണിക്കും. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, പണം ഏതാണ്ട് എല്ലാം റിക്കവർ ചെയ്ത് കഴിഞ്ഞു, തെളിവുകൾ പൂർണ്ണമായും ശേഖരിച്ചു കഴിഞ്ഞു, പ്രതി കുറ്റം സമ്മതിച്ചു. ഇനി മറ്റു നടപടികൾ കൂടിയുണ്ട്. എന്തൊക്കെയാണത്? രഞ്ജിത്ത, ഇന്നിപ്പോൾ പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുമ്പോൾ അതേസമയം തന്നെ പ്രതിക്ക് വേണ്ടി ജാമ്യാപേക്ഷയും സമർപ്പിക്കുന്നുണ്ട്. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുമോ എന്നത് തീരുമാനിച്ചിട്ടില്ല, ഇന്ന് സമർപ്പിക്കതേയുള്ളൂ. പക്ഷേ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നു എന്നതാണ്. പോലീസ് ഇതിൽ നിലവിൽ പണമെല്ലാം തന്നെ വീണ്ടെടുത്തുവെങ്കിലും ഇതിലൊരു ഗൂഢാലോചന ഏതെങ്കിലും രീതിയിൽ മറ്റാരെങ്കിലും പങ്കാളികളായിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിലൊരു സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പൂർണ്ണ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് കൂടുതൽ ചോദ്യം ചെയ്യലും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത്. നിലവിൽ വന്നിരിക്കുന്ന തെളിവുകളും അതോടൊപ്പം എല്ലാം പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. ഒരാൾ കൂടി ഉണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് കണ്ടെത്തൽ ഒന്നും നടത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എങ്കിലും എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നു എന്നതാണ്. കാരണം ഇതേപോലൊരു ബാങ്ക് കവർച്ച വളരെ പെട്ടെന്ന് നടത്തി തീർക്കുകയും ഒപ്പം തന്നെ ഈ പോലീസിനെ ഏതാണ്ട് 2 ദിവസത്തോളം ഒരു പിടിയും ഇല്ലാത്ത രീതിയിലേക്ക് ഇയാൾ മാറി നിൽക്കാൻ എല്ലാം തന്നെ കഴിയുകയും ചെയ്തത്. ഇങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വന്ന ഒരാൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പോയതാണ് എന്ന് പോലീസിന് ആ രീതിയിലേക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇതിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ളൊരു സംശയം തുടക്കം മുതൽ തന്നെയുണ്ട്. അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്, ഒന്നുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതൽ ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. നിലവിൽ ഇയാൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾക്ക് 13 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കവർച്ചയും ഗൂഢാലോചനയും ഭവനവേദന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾക്ക് മേൽ ചുമത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ ഇപ്പോൾ വിയ്യൂരിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം കസ്റ്റഡിയിലേക്ക് ലഭിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. തെളിവെടുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തിയായതാണ്. എങ്കിലും ഇപ്പോഴും സംശയിക്കുന്നൊരു ഘടകം, ആരെങ്കിലും ഇയാൾക്ക് ഒരു സഹായകരമായി പുറത്ത് ഉണ്ടായിരുന്നു എന്ന സംശയം പോലീസിന് തുടക്കം മുതൽ തന്നെയുണ്ട്. അത് ഇയാളെ ചോദ്യം ചെയ്തതിന് ശേഷം ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇയാളുടെ ഫോൺ കോൾ വിശദാംശങ്ങളടക്കം പോലീസ് വീണ്ടും പരിശോധിക്കുന്നുണ്ട്. രഞ്ജിത്ത്, ശരി. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു.